ഹായ് ഫാമിലീസ്. എവിടെ പോവാ മൈക്കുട്ടാ? എവിടെ? നമ്മൾ വീട്ടിൽ വരെ പോവാട്ടോ. ഇന്നപ്പോൾ ഒരു ലോങ് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ വായോ. ഇതേ ഇന്ന് അവധി ആയതുകൊണ്ട് രണ്ടുപേരും ഉണ്ട്. ചേട്ടൻ ഇന്ന് ഓഫീസിലുണ്ട് കേട്ടോ. അപ്പം ചേട്ടൻ നമ്മളെ അങ്ങോട്ട് വിട്ടിട്ട് പോവും. അച്ഛൻ മരിച്ചിട്ട് ഇന്നേക്ക് 7 വർഷമാവും കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും ഞാൻ പോവാറുണ്ട്. അപ്പോൾ ഇന്നും പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. രണ്ടുപേർക്ക് ലീവ് ആയതുകൊണ്ട്, അവധി ആയതുകൊണ്ട് സ്കൂളിൽ. അപ്പോൾ രണ്ടുപേരും കൂടെ ഉണ്ട്, മക്കൾ രണ്ടുപേരും. ചേട്ടന് ലീവില്ല. അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെ വീട്ടിൽ വിട്ടിട്ട് ഏട്ടൻ ഓഫീസിലോട്ട് പോകും. അപ്പോൾ ഏട്ടൻ ഞങ്ങളെ ഇറക്കിയിട്ട് പോയി. അപ്പോൾ ഇതാണ് എൻ്റെ കൊച്ചു സ്വർഗം. അപ്പം നമ്മൾ രാവിലെ ചെന്ന് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും കൂട്ടി കഴിച്ചു കേട്ടോ. അവർ മക്കളൊക്കെ ദോശ കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ അച്ഛൻ. ഒരു ദിവസം എന്നെ രാത്രി വിളിച്ചിട്ട് വിശേഷമൊക്കെ ചോദിച്ചിട്ട് വെച്ച ആളാണ്. അപ്പോൾ അച്ഛൻ അറ്റാക്കായിരുന്നു. അപ്പോൾ ആളെന്നെ ഇട്ടിട്ട് ഒറ്റയ്ക്കാക്കിയിട്ട് പോയി കളഞ്ഞു. മക്കളതേ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ, ഓരോന്ന് ഉണ്ടാക്കലും എടുക്കലും ഒക്കെയാണ് ഇവർ രണ്ടുപേരും ജോലി. ഇത് ഏട്ടൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ ആൾക്കാർ കൂടുതലുള്ളത് കൊണ്ട് അമ്മ ഇത് പുറത്തിട്ടാണ് ചോറ് വെച്ചത്. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമല്ലേ കാണുന്നതൊക്കെ. അപ്പം എല്ലാ വർഷവും അച്ഛന് ഇഷ്ടപ്പെട്ട എല്ലാം ഒരുക്കി വെക്കാറുണ്ട് കേട്ടോ. സദ്യ ഒരുക്കി വെക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. ഇപ്പം ഇതാണ് എൻ്റെ കുറുമ്പി മോള്, ഏട്ടൻ്റെ ഇളയ മോളാണ്. ഇത് ചേട്ടത്തെയാണ്, ചേച്ചി. അപ്പം ഞാൻ വല്ലപ്പോഴൊക്കെ ചെല്ലുന്നതുകൊണ്ട് ആൾ അത്ര അടുക്കത്തില്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല കൂട്ടാവും ആൾ. ഇപ്പം രാവിലെ എല്ലാ ജോലിയും ഒതുക്കി വെച്ചിട്ടുണ്ട്. എല്ലാം കറികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചേച്ചി അമ്മയായിട്ട്. പരിപ്പ്, പിന്നെന്താ തോരൻ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ. പിന്നെ നാരങ്ങ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അമ്മ കോരി വെച്ചിട്ടില്ല, ഇന്നലെ രാത്രിയിലിട്ട് വെച്ചതാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഇഡ്ഡലിയുടെ സാമ്പാറാണ് കേട്ടോ രാവിലത്തേത്. പിന്നെന്താ അവിയലാണെന്ന് തോന്നുന്നു. അതെ, അവിയല. എല്ലാം രാവിലെ തന്നെ ജോലിയൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വരുമ്പോഴത്തേക്ക്. പിന്നെ മോരാണ് കേട്ടോ, മോര് കാച്ചി വെച്ചിട്ടുണ്ട്. പിന്നെ അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട ബീട്രൂട്ട് പച്ചടി കേട്ടോ, അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ചെന്നിടയ്ക്കാണ് കേട്ടോ ബീഫ് കറി വെച്ചത്. ബീഫ് അപ്പം ഏട്ടന് മേടിച്ചുകൊണ്ട് വന്നിട്ടേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ കറി വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതേപോലെ ചേച്ചി മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ചതാണ് കേട്ടോ. അപ്പം വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് ഇതിനകത്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് മീഷോയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പം നല്ലതാണ് കേട്ടോ. പിറ്റേത്തൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ ജോലിയൊക്കെ പെട്ടെന്നാവില്ല. അപ്പോൾ ഇതേപോലെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കും. അപ്പോൾ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബീഫ് കറി വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ തൊട്ടപ്പുറത്ത് ചേച്ചി അടപ്രഥമൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടപ്രഥമനാണ് ഇഷ്ടം. അപ്പം ചേച്ചി അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആയിക്കോട്ടെ, ഓരോ ടിന്നിലും എന്താണമ്മ, ഇതൊക്കെ എന്താണ്, ഇതെന്തിനാ ഇങ്ങനെ ഇട്ട് വെച്ചേക്കുന്നതെന്നൊക്കെ ചോദിച്ച് അമ്മൂമ്മയുടെ അടുത്തും എൻ്റെ അടുത്തൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അമ്മ ഇതെന്താ, ഇതെന്തിനാണ് ഇട്ട് വെച്ചേക്കുന്നത്, ഇതെവിടുന്നാ, അങ്ങനെ ഓരോ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ മക്കൾ ഒരുമിച്ച് കാണുന്നതല്ലേ, അവർ തമ്മിൽ ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾ തമ്മിൽ വല്ലപ്പോഴൊക്കെ കാണുന്നതല്ലേ, അപ്പോൾ കളിയായിരുന്നു. അപ്പം കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് വരുന്നത് കൊണ്ട് ഞാനത് എടുത്തിട്ടില്ല കേട്ടോ. അത് പാട്ട് നമ്മൾ എടുത്തിട്ടില്ല. പുഷ്പയിലെ ഫീലിംഗ് സോങ് ആണ് കേട്ടോ കളിക്കുന്നത്. അപ്പോൾ കോപ്പിറൈറ്റ് അടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് കട്ട് ചെയ്തിട്ടോ കേട്ടോ. അപ്പോൾ നമ്മളത് എടുത്തിട്ടില്ല. ആ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇടാം. അപ്പോൾ എല്ലാവരും ഉച്ചയ്ക്ക് ഏട്ടൻ അപ്പോഴത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരമൊക്കെ കഴിച്ചു. എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ അച്ഛനൊക്കെ വിളമ്പി വെച്ചു. ഇത് വൈകുന്നേരത്ത് പിന്നെ കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്നു. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ടാറ്റ പറഞ്ഞ് ഇറങ്ങി കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ.